ബംഗളൂരു വൈക്കമ്പാടിയിൽ പയ്യന്നൂരിലെ സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ച കേസിൽ 8 മലയാളികൾ ഉൾപ്പെടെ 13 പ്രതികൾക്കായി പരമ്പൂർ പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചു. പ്രതികളെക്കുറിച്ച് വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികവും പ്രഖ്യാപിച്ചു. വിശദാംശങ്ങളുമായി KV ബൈജു ചേരുന്നുണ്ട് കാസർഗോഡ് നിന്ന്. ബൈജു, വളരെ ആസൂത്രിതമായിട്ടുള്ള ഒരു കൊള്ള തന്നെയാണെന്ന് നമുക്കത് കാണുമ്പോൾ തന്നെ വ്യക്തമാകും. എന്താണ് പോലീസിൽ നിന്നും ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിശദാംശങ്ങൾ? നവമി, മലയാളി ഉൾപ്പെട്ട് വലിയൊരു കൊള്ളസംഘത്തെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടാൻ ഇത്തരത്തിൽ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. അതായത് കണ്ണൂർ ജില്ലയിലെ 8 പേർ, ബാക്കിയുള്ളവർ മടിക്കേരി സ്വദേശികളാണ്. ഇവരെ കണ്ടെത്താനാണ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. മാത്രമല്ല, നവമി സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരെ കണ്ടെത്തുന്നവർക്ക്, ഇതിന്റെ വിവരങ്ങൾ നൽകുന്നവർക്ക് പാരിതോഷികവും പോലീസ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അത്തരം വിവരങ്ങൾ കൈമാറുന്നവരെ കുറിച്ച് രഹസ്യമായി തന്നെ വെക്കുമെന്നും പോലീസ് പറയുന്നുണ്ട്. ഏതായാലും വലിയൊരു കൊള്ളയാണ് നടന്നത്. വൈക്കമ്പാടിയിലാണ് ഇത്തരത്തിൽ ജൂൺ 29-നാണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. അതായത് മഹാരാഷ്ട്ര സാംഗ്ലി സ്വദേശിയാണ് വികാസ് എന്ന് പറയുന്ന പയ്യന്നൂരിൽ ജ്വല്ലറി നടത്തുന്ന ആൾ. വർഷങ്ങളായി പയ്യന്നൂരിൽ ജ്വല്ലറി നടത്തുന്ന ആളാണ്. ഇങ്ങനെ ഇവർ കുടുംബസമേതം മഹാരാഷ്ട്രയിലെ ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തതിന് ശേഷം തിരിച്ചു വരുമ്പോഴാണ് പുലർച്ചെ വൈക്കമ്പാടിയിലെത്തുമ്പോൾ 3 വാഹനങ്ങളിലെത്തി, അതായത് 2 ഇന്നോവയിലും ഒരു സ്വിഫ്റ്റ് കാറിലും എത്തിയ 16 അംഗ സംഘം ഇങ്ങനെ വലിയൊരു കവർച്ച നടത്തുന്നത്. ഈ വാഹനം തട്ടിക്കൊണ്ടുപോകുന്നു. ഇവരെ തട്ടിക്കൊണ്ടുപോയതിനു ശേഷം ഈ വാഹനത്തിലുണ്ടായിരുന്ന 20 ലക്ഷത്തോളം രൂപ വില വരുന്ന സ്വർണമാണ് ഇവർ കവർച്ച ചെയ്തത്. അതിനുശേഷം ഈ സംഘത്തിൽ നിന്നും 3 പേരെ പിടികൂടിയിരുന്നു. അതായത് കണ്ണൂർ സ്വദേശിയായ ഒരാളും മടിക്കേരി സ്വദേശിയായ 2 പേരും. ഇതിൽ കണ്ണൂർ സ്വദേശി ഇതിൽ പ്രധാനപ്പെട്ട ഈ കേസിൽ ഉൾപ്പെട്ട ആളാണ്. മറ്റ് 2 പേർ ഇവരെ സഹായിച്ച ആളാണ്. അങ്ങനെ 3 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട പ്രതിയടക്കം 13 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള, പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിൽ നിന്നുള്ള സ്വർണം പൊട്ടിക്കൽ സംഘമാണ് ഇതിന് പിന്നിലെന്ന് പോലീസ് പറയുന്നുണ്ട്. ഇവരെ കണ്ടെത്താനായുള്ള ശ്രമമാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇതിൽ പിണറായി, അതുപോലെ തന്നെ പാപ്പിനിശ്ശേരി, കണ്ണൂർ പ്രദേശങ്ങളിലുള്ള ആളുകളാണ് ഇനി പിടികൂടാനുള്ളത്. ഇവരെ കണ്ടെത്താനാണ് ഇവരുടെ ഫോട്ടോ സഹിതം പോലീസ് ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നത്. അതോടൊപ്പം നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനം ഈ പാരിതോഷികം നൽകും, വിവരങ്ങൾ കൈമാറുന്നത് അവരെ കുറിച്ച് രഹസ്യമായി തന്നെ വെക്കുമെന്ന് പോലീസ് പറയുന്നുണ്ട്. അങ്ങനെ വലിയ തോതിൽ പോലീസ് ഇതിൽ വലവിരിച്ച് ഈ പ്രതികൾക്കായുള്ള അന്വേഷണമാണ് ഇപ്പോൾ ഊർജിതമാക്കിയിട്ടുള്ളത്. എന്തായാലും വലിയ ഞെട്ടിപ്പിക്കുന്ന സംഭവം തന്നെയായിരുന്നു അന്ന് നടന്നിരുന്നത്. ജൂൺ 29-ന് ഈ സംഘം വരുന്നു, ഇവരെ തടയുന്നു. തടഞ്ഞതിന് ശേഷം ഇവരെ തട്ടിക്കൊണ്ടുപോകുന്നു വലിയ ആളൊഴിഞ്ഞ സ്ഥലത്തേക്ക്. സമാനമായ രീതിയിൽ കണ്ണൂർ ജില്ലയിലും ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു സ്വർണം പൊട്ടിക്കൽ സംഭവം നടന്നിരുന്നു. അതേ രീതിയിലാണ് ഈ ഒരു സംഭവം നടന്നിട്ടുള്ളത്. ഏതായാലും കേരളത്തിൽ നിന്നുൾപ്പെട്ട വലിയൊരു സംഘം തന്നെയാണ് ഇത്തരം ഈ ഒരു സ്വർണം പൊട്ടിക്കലിന് പിന്നിലെന്ന് പോലീസിന് അപ്പോൾ തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിരുന്നു. CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ ശേഖരിച്ച് അങ്ങനെയാണ് ഈ പ്രതികളിലേക്ക് എത്തിയത്. ഏതായാലും ഇപ്പോൾ മുഴുവൻ പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. 13 പ്രതികളെയും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇനി പിടിയിലാകാനുള്ള 13 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഈ സംഘം മറ്റ് എവിടെയൊക്കെ കവർച്ച നടത്തി എന്ന കാര്യത്തിലൊക്കെ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഏതായാലും ഇവരെ പിടികൂടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതിനുശേഷമായിരിക്കും ഈ മുഖ്യ സൂത്രധാരൻ ഉൾപ്പെടെ പിടികൂടിയതിനു ശേഷമായിരിക്കും ഇവരെ വിശദമായി ചോദ്യം ചെയ്ത് ഇത്തരത്തിൽ എത്രത്തോളം ഈ ഒരു കവർച്ച ഇവർ നടത്തിയിട്ടുണ്ട്, ഇങ്ങനെ സ്വർണം പൊട്ടിക്കൽ ഇടപാടിന് ഇവർ നിന്നിട്ടുണ്ട് എന്ന കാര്യങ്ങളൊക്കെ പോലീസിന് മനസ്സിലാക്കാനുണ്ട്. ഏതായാലും ഈ വികാസിന്റെ പരാതിയിലാണ് പോലീസ് കേസെടുത്തത്. അതിനുശേഷം നടത്തിയ സമർത്ഥമായ നീക്കത്തിലൂടെയാണ് ഇപ്പോൾ 3 പേർ പിടിയിലായിട്ടുള്ളത്. 3 പേർ ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് റിമാൻഡ് ആയിട്ടുണ്ട്. ഇതിൽ കണ്ണൂർ ജില്ലയിലെ ആളുണ്ട്, അതുപോലെ തന്നെ കർണാടകയിലെ ആളുണ്ട്. ഇപ്പോൾ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചവരെ എത്രയും പെട്ടെന്ന് പിടികൂടാനുള്ള ഒരു ഒരുക്കത്തിലാണ് ഇപ്പോൾ പോലീസ് ഉള്ളത്. നവമി, ബൈജു, ഒരു കാര്യം കൂടി ബൈജു ഇപ്പോൾ പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ പിടിയിലായവരെ കുറിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ വരുന്നുണ്ട്. അതായത് ഇതിനു മുൻപും അവർ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്തതാണ്, ഇവർ ഇത്തരത്തിലുള്ള തട്ടിപ്പ് സംഘത്തിലുള്ളവർ തന്നെയെന്ന് തന്നെയല്ലേ പോലീസ് പറയുന്നത്? തീർച്ചയായും അതുതന്നെയാണ് പോലീസ് പറയുന്നത്. ഇപ്പോൾ ഇനി ഇതിൽ മുഖ്യ സൂത്രധാരൻ ഇനി പിടിയിലാകാനുണ്ട്. ഇവർ ഉൾപ്പെടെ പിടികൂടിയാൽ മാത്രമേ പോലീസിന് ഇതിലെ കൃത്യമായൊരു വ്യക്തത വരൂ. ഇവരെ എവിടെയൊക്കെ നേരത്തെ കവർച്ച നടത്തി, പ്രത്യേകിച്ച് പോലീസ് പറയുന്നത് കേരളത്തിലും അതുപോലെ തന്നെ കർണാടകയിലും നിരവധി ഇത്തരത്തിലുള്ള കേസുകൾ ഇവർക്കെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് പോലീസ് വിരൽ ചൂണ്ടുന്നത്. അത് ഇവരെ കണ്ടെത്തി വിശദമായി ചോദ്യം ചെയ്തതിനു ശേഷം മാത്രമേ അത്തരം കാര്യങ്ങൾ അറിയൂ. ഇപ്പോൾ പിടിയിലായിരിക്കുന്നത് കണ്ണൂർ ജില്ലയിലെ ഒരാളാണ്. ഇയാൾ ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇയാൾ മുഖ്യപ്രതിയല്ല.
അതോടൊപ്പം മറ്റ് 2 പേർ മടിക്കേരി സ്വദേശികളാണ്. ഇവരെ ഒളിവിൽ കഴിയാൻ അല്ലെങ്കിൽ അത്തരത്തിൽ സഹായിച്ചതും അതോടൊപ്പം ഈ ഒരു കവർച്ച ആസൂത്രണം ചെയ്തതിൽ സഹായിയായി പ്രവർത്തിച്ച ആളുകളാണ് മറ്റു 2 പേർ. ഇനി പിടിയിലാകാനുള്ളവരാണ് ഇതിലെ മുഖ്യപ്രതികൾ. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ 2 ഇന്നോവ വാഹനങ്ങളിലും അതുപോലെ തന്നെ ഒരു സ്വിഫ്റ്റിലും ഇങ്ങനെ വന്ന് ഇത്തരത്തിൽ കവർച്ച നടത്തിയ ഒരു സംഭവമാണ്. കർണാടക പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയ തോതിൽ കേരളത്തിൽ നിന്നും ആളുകളാണ് ഇതിൽ ഉൾപ്പെട്ടതെന്നതിൽ തുടക്കത്തിൽ തന്നെ മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ സമാനമായ രീതിയിൽ എവിടെയൊക്കെ ഇത്തരത്തിൽ കവർച്ച നടന്നിട്ടുണ്ടോ അതായിരുന്നു കർണാടക പോലീസ് ആദ്യം പരിശോധിച്ചത്. അതോടൊപ്പം തലപ്പാടി അതിർത്തിയിലെ ഈ CCTV ക്യാമറ ഉൾപ്പെടെ പരിശോധിച്ചപ്പോൾ ആ വാഹനങ്ങളെ പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ സാധിച്ചു. ഈ വാഹനം ഇത്തരത്തിൽ ഒഴിഞ്ഞ സ്ഥലത്ത് ഇവർ ഉപേക്ഷിച്ച നിലയിൽ നേരത്തെ കണ്ടെത്തിയിരുന്നു. ഇവരുടെ ഈ ഒരു കവർച്ചയ്ക്ക് ആസൂത്രണം നടത്തിയ വാഹനം നേരത്തെ കണ്ടെത്തിയിരുന്നു. പക്ഷേ ഈ പ്രതികൾ രക്ഷപ്പെടുകയായിരുന്നു. ഇനിയിപ്പോൾ പ്രതികൾ കേരളത്തിൽ തന്നെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയാണ് പോലീസിനുള്ളത്. അങ്ങനെയെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ അവർ പിടികൂടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ഒരു ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുന്നത്. ആ ലുക്കൌട്ട് നോട്ടീസിൽ കൃത്യമായി ഇവരുടെ പേര്, വിവരങ്ങളും എല്ലാ കാര്യങ്ങളും പോലീസ് വ്യക്തമാക്കിയിട്ടുണ്ട്. അതായത് ഈ സംഭവം നടന്നതിന് ഇപ്പോൾ ഒരാൾ പിടിയിലായതോടുകൂടി കണ്ണൂർ ജില്ലയിലെ ഈ കേസിൽ ഉൾപ്പെട്ട ആൾ പിടിയിലായതോടുകൂടി മറ്റ് സംഘാംഗങ്ങളെ കുറിച്ചുള്ള വിവരങ്ങൾ പോലീസിന് കണ്ടെത്താൻ സാധിച്ചു. അതുതന്നെയാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായതും. അതോടൊപ്പം നവമി സൂചിപ്പിച്ചതുപോലെ വളരെ പ്രധാനം എത്രത്തോളം ഇങ്ങനെ ഈ ഒരു കവർച്ച ഇവർ നടത്തിയിട്ടുണ്ട് അല്ലെങ്കിൽ സ്വർണ്ണം പൊട്ടിക്കൽ ഇടപാടിൽ ഇവർ നിന്നിട്ടുണ്ട് എന്നൊക്കെ വളരെ പ്രധാനമാണ്. അത്തരം കേസുകൾ, കൂടുതൽ കേസുകൾ ഇവർക്കെതിരെ വരാനുള്ള ഒരു സാധ്യത കൂടി പോലീസ് വിരൽ ചൂണ്ടുന്നുണ്ട്. ഏതായാലും അത് ഇവരെ കണ്ടെത്തിയാൽ മാത്രമേ പോലീസിന് അത്തരം കാര്യങ്ങളിലേക്ക്, വിശദാംശങ്ങളിലേക്ക് കടക്കാൻ സാധിക്കൂ. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്യേണ്ടതുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ ഈ സംഘത്തെ പിടികൂടാനാകുമെന്ന് തന്നെയാണ് കർണാടക പോലീസ് പറയുന്നത്. അതിനാണ് കേരളത്തിൽ ഉൾപ്പെടെ മലയാളത്തിലാണ് ലുക്കൌട്ട് നോട്ടീസ് ഉള്ളത്. കർണാടകത്തിലും മലയാളത്തിലുമായി ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും ഇവർ പറയുന്നത് കേരളത്തിൽ തന്നെ ഈ സംഘം ഇവർ ഒളിവിൽ കഴിയുന്നുണ്ടെന്നാണ്. പ്രത്യേകിച്ച് കണ്ണൂർ ജില്ലയിലുള്ള ആളുകളാണ്. കൊച്ചിയിലോ തിരുവനന്തപുരത്തായി ഒളിവിൽ കഴിയാനുള്ള സാധ്യതയാണ് പോലീസ് പറയുന്നത്. കർണാടക പോലീസ് ഇപ്പോൾ കേരളത്തിൽ എത്തിയിട്ടുണ്ട്. ഇവരെ കണ്ടെത്താനായി ഒരു പരിശോധന അങ്ങനെയും നടക്കുന്നുണ്ട്. അതോടൊപ്പമാണ് ഇങ്ങനെ വിവരങ്ങൾ കൈമാറാൻ വേണ്ടി ഈ ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചത്. അതോടൊപ്പം ഈ വിവരങ്ങൾ കൈമാറുന്നവർക്കുള്ള പാരിതോഷികവും പോലീസ് ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്തിയിട്ടുള്ളത്. എന്നാലും വളരെ പെട്ടെന്ന് തന്നെ പ്രതികളെ പിടികൂടാൻ കഴിയും. കൂടുതൽ കേസുകൾക്ക് തുമ്പുണ്ടാക്കാൻ കഴിയും. അല്ലെങ്കിൽ ഇത്തരം വിവരങ്ങൾ പുറത്തു വരും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നവമി. ശരി, KV ബൈജു ആണ് വിശദാംശങ്ങൾ നൽകിയത്. മഹാരാഷ്ട്രയിൽ നിന്നുള്ള സ്വർണ്ണ വ്യാപാരിയെ തട്ടിക്കൊണ്ടുപോയി കൊള്ളയടിച്ച കേസിൽ ബാക്കിയുള്ള പ്രതികൾക്കായി പോലീസ് ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിച്ചിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.